ഫസ്റ്റ് ഓൺ 24 ന്യൂസ്. LDF നോട്ടമിട്ട മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഫി ചാലിയത്തെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം തുടരുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയും മുനവർ അലി ശിഹാബ് തങ്ങളും ഷാഫിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ലീഗിൽ തുടരുമെന്ന് മുൻ MLA കൂടിയ അബ്ദുറഹ്മാൻ രണ്ടത്താണി നേതൃത്വത്തെ അറിയിച്ചു. അദ്ദേഹവും LDFിലേക്ക് നീങ്ങുമെന്ന സൂചന വന്നപ്പോഴാണ് ലീഗ് നേതൃത്വം ഇടപെട്ടതും ഇപ്പോൾ അദ്ദേഹം മനസ്സ് മാറി ലീഗിൻ്റെ കൊടി തന്നെ തുടർന്നും പിടിക്കും എന്നറിയിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, LDFിൻ്റെ കണക്കൂട്ടൽ പിഴച്ചു രണ്ടത്താണിയുടെ കാര്യത്തിൽ. ഇനി അടുത്തയാളിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ ഷാഫിയുടെ കാര്യത്തിൽ? വെരി ഗുഡ് മോർണിംഗ്. ഷാഫി ചാലിയം വള്ളിക്കുന്നിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നുള്ള വാർത്ത ഇന്നലെ 24 ആണ് പുറത്തുവിട്ടത്. അതിനുശേഷം ഷാഫി ഈ LDF കേന്ദ്രത്തിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടു എന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ പരിപൂർണമായി അനുനയിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ഇന്നലെ അദ്ദേഹത്തെ കുഞ്ഞാലിക്കുട്ടിയും അടക്കം തന്നെ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും നേരിട്ട് ബന്ധപ്പെടുകയും നിങ്ങൾ LDFുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച രീതി അടക്കം വളരെ മികച്ചതായിരുന്നുവെന്നും UDF സർക്കാർ ഇവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണെന്നും അങ്ങനെയെങ്കിൽ മികച്ച പരിഗണന ആ സമയത്ത് ഉറപ്പു നൽകുമെന്നും ഷാഫി ചാലിയത്തെ അറിയിക്കുകയായിരുന്നു. ഷാഫി ചാലിയം ഇതോടുകൂടി പൂർണ്ണമായ അനുനയത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വള്ളിക്കുന്നിലേക്ക് ഷാഫി ചാലിയത്തെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നു. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം വളരെ മികച്ച രീതിയിലായിരുന്നു. വളരെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പൂർത്തിയാക്കിയത്. ഓരോരുത്തരെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്ന ഓരോരുത്തരെയും നേരിൽ വിളിച്ചൊരു 1-to-1 ഇന്റർവ്യൂ പോലെ അവരുമായി സംസാരിച്ച് ആ മണ്ഡലത്തിലെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, മേന്മകൾ ഇതെല്ലാം ചോദിച്ചറിഞ്ഞാണ് ഒരു അന്തിമ രൂപത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരുന്നത്. ഈ സാഹചര്യത്തിൽ ഷാഫിയെയും വള്ളിക്കുന്നിലേക്ക് പരിഗണിച്ചിരുന്നു. അവിടെ ഹമീദ് മാസ്റ്റർ മാറുന്ന സാഹചര്യത്തിൽ ഷാഫി ചാലിയത്തെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള ഒരു ആലോചന മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് അന്തിമഘട്ടത്തിൽ കൊണ്ടോട്ടിയിൽ നിന്ന് TV ഇബ്രാഹിമിനെ വള്ളിക്കുന്നിലേക്ക് മാറ്റുകയും അങ്ങനെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാഫി ചാലിയത്തിന് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തത്. ഷാഫിയെ ഈ ഉറപ്പിച്ചിരുന്ന സീറ്റിൽ നിന്ന് ഷാഫിയെ നീക്കിയെന്ന് മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇടതു മുന്നണി അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തിയത്. എന്നാൽ ആ നീക്കം പാടെ പൊളിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. INL നിന്നും നാഷണൽ ലീഗിൽ നിന്നുമെല്ലാം ആളുകൾ ഷാഫിയെ ബന്ധപ്പെടുകയും നിങ്ങൾ അവിടെ സ്വതന്ത്രനായി മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഷാഫി ചാലിയം അതിനോട് ഒരു ഘട്ടത്തിലും പോസിറ്റീവായി പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് CPM ജില്ലാ കമ്മിറ്റിയിലടക്കം ഇക്കാര്യം ചർച്ചയാവുകയെങ്കിലും ഷാഫി ചാലിയം പൂർണ്ണമായി അത് നിരാകരിക്കുകയായിരുന്നു. എന്തായാലും ഷാഫി ലീഗിൽ തന്നെ തുടരും. നേതാക്കളുമായി സംസാരിച്ച് ഉറപ്പിന്മേലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.